സംഘമാണ് ഇപ്പോൾ കേരളത്തിലെ ചർച്ചാ വിഷയം. മോഷണത്തിനായി കൊല്ലാൻ പോലും മടിക്കാത്ത ഇവരുടെ ഭീകരകഥകൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിരവധി തവണ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഈ കുറുവാ സംഘത്തെ. അപ്പോഴെല്ലാം അവരിൽ നിന്ന് ലഭിച്ചത് വലിയ അളവിലുള്ള സ്വർണ്ണാഭരണങ്ങളാണ്. ഇങ്ങനെ പലപ്പോഴായി വീണ്ടെടുത്ത കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എവിടെയാണ്? ഇവ 40 വർഷമായി സംസ്ഥാനത്തെ വിവിധ കോടതികളിൽ തൊണ്ടി മുതലായി കെട്ടിക്കിടക്കുകയാണ്. കൊച്ചി കുണ്ടന്നൂർ മേൽപ്പാലത്തിനു താഴെ നിന്ന് കുറുവാ സംഘാംഗം സന്തോഷ് സെൽവം പിടിയിലായതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തൊണ്ടിമുതൽ സ്വർണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. കേരളത്തിനു പുറമെ കർണാടക, ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളിലും കുറുവാ സംഘം മോഷണത്തിന് പോകാറുണ്ട്. കുറുവാ സംഘാംഗങ്ങൾ അറസ്റ്റിലാകുമ്പോൾ മോഷണം മുതലായ സ്വർണം പോലീസ് വീണ്ടെടുക്കും. മോഷ്ടാക്കൾ പലപ്പോഴും ജാമ്യം തേടി മുങ്ങും. പിന്നീട് ഇവരെക്കുറിച്ച് വിവരമുണ്ടാകില്ല. ഇങ്ങനെ പിടിച്ചെടുത്ത സ്വർണം തൊണ്ടി മുതലായി കോടതിയിൽ സൂക്ഷിക്കും. ആയുധധാരികളായ സംഘം എന്നാണ് കുറുവാ സംഘം എന്ന വാക്കിന്റെ അർത്ഥം. തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ഇവർക്ക് ഈ പേര് നൽകിയത്. തിരുട്ട് ഗ്രാമം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്ത ഒരു ഗ്രാമത്തിലെ ആളുകളെയാണ് കുറുവാ സംഘം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ നിലവിലെ കുറുവാ സംഘത്തിൽ ഉള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നല്ല, ഒന്നോ രണ്ടോ മോഷ്ടാക്കളല്ല, മറിച്ച് വലിയൊരു സംഘം മോഷ്ടാക്കളുടെ കൂട്ടമാണിത്. കുറഞ്ഞത് 3 പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ പോകുന്നത്. മോഷണത്തെ തൊഴിലായി കാണുന്ന ജനങ്ങളാണെന്നതിനാൽ യാതൊരു കുറ്റബോധവും ഇവർക്ക് ഉണ്ടാകില്ല. പാരമ്പര്യമായി കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവുമെല്ലാം കൂടിച്ചേർന്നാണ് ഇവർ ഓരോ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. പകൽ സമയങ്ങളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് നടന്ന് മോഷ്ടിക്കേണ്ട വീടുകൾ കണ്ടുവെക്കുന്ന സംഘം രാത്രി എത്തുന്നതാണ് രീതി. ആയുധങ്ങളുമായി എത്തുന്ന സംഘം അർദ്ധനഗ്നരാകും. ദേഹമാകെ എണ്ണയും കരിയും തേക്കും. പിടിക്കപ്പെടുമെന്നുറപ്പായാൽ ആക്രമണം ആരംഭിക്കുന്ന ഇവർ ഒന്നിനും മടിക്കില്ല. അടുക്കള ഭാഗത്ത് വാതിൽ തകർത്ത് അകത്ത് കയറുന്നതാണ് ഇവരുടെ രീതി. കുട്ടികൾ കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കിയും ടാപ്പ് തുറന്നുവിട്ടും വീട്ടുകാരെ പുറത്തേക്കിറക്കുകയും അവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തുകയും ചെയ്യുന്നതും ഇവരുടെ രീതിയാണ്.